الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم بارك على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا ومنجينا وهادينا ومرشدنا وشفيعنا وإمامنا وقدوتنا وقرة أعيننا محمد كما صليت وباركت على خليلك إبراهيم وآل خليلك إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضكم من بعض فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيل الله وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, തഖ്വയുള്ളവരായി ജീവിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അകമ്പൊരുളിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ വിശദീകരിച്ചു വരികയാണ് ഇക്കഴിഞ്ഞ ഏതാനും ഖുത്ബകളിലായി. അത്തരത്തിലുള്ള ഒരു അടിസ്ഥാന ആശയമാണ് ലിംഗനീതി വേദധർമ്മമാണ് എന്നുള്ളത്. ഈ ലോകത്ത് എല്ലാ സൃഷ്ടിജാലങ്ങളെയും സ്രഷ്ടാവ് പടച്ചിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ ലിംഗവർഗങ്ങളായിട്ടാണ്. അതിൽ സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്, അവയ്ക്കിടയിലുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള ഭിന്നലിംഗ വിഭാഗവുമുണ്ട്. ഇത് മനുഷ്യ ചരിത്രത്തിൻ്റെ ആദ്യം മുതലേ നമുക്ക് കാണാവുന്ന സംഗതികളാണ്. ഈ മൂന്ന് ലിംഗവിഭാഗങ്ങളും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അവർക്ക് അള്ളാഹുവിങ്കൽ തുല്യമായ പദവിയും സ്ഥാനവുമാണുള്ളത്. ഈ മൂന്ന് ലിംഗവിഭാഗങ്ങളും നന്നായി ജീവിച്ചാൽ മോക്ഷവും ദുഷിച്ച് ജീവിച്ചാൽ ശിക്ഷയുമുണ്ട്. ഈ മൂന്ന് വിഭാഗങ്ങളെയും സംബോധന ചെയ്തുകൊണ്ടാണ് പ്രവാചകന്മാർ അവതരിച്ചിട്ടുള്ളത്. ഈ മൂന്ന് വിഭാഗങ്ങൾക്കും വേണ്ടിയാണ് വേദങ്ങൾ അവതീർണമായിട്ടുള്ളത്. ഈ മൂന്ന് വിഭാഗങ്ങൾക്കും ആണ് എല്ലാ ധർമ്മശാസനകളും നിലവിൽ വന്നിട്ടുള്ളത്. എന്നാൽ പിൽക്കാലത്ത് പുരുഷൻ കേന്ദ്രസ്ഥാനത്ത് ആവുകയും പുരുഷ കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥ മെല്ലെ മെല്ലെ രൂപപ്പെടുകയും ചെയ്തതോടുകൂടി ദൈവം പുരുഷൻ്റേത് മാത്രമായി മാറി, ദൂതന്മാർ പുരുഷൻ്റേത് മാത്രമായി തീർന്നു, വേദങ്ങളും പുരുഷൻ്റേതാണ് എന്ന് വന്നു. പുരുഷൻ അനുവദിക്കുന്ന ഇടമാണ് സ്ത്രീകൾക്കുണ്ടായിരുന്നത്, ഇപ്പോഴും ഉള്ളത്. മതകാര്യങ്ങളിൽ വിശിഷ്യ എല്ലാ മതങ്ങളുടെയും കഥ ഇതാണ്. എല്ലാ മതങ്ങളുടെയും അവസ്ഥ നോക്കിയാൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കലും മതത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ വരാൻ സാധിക്കാത്ത വിധമാണ് അതിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ പുരുഷൻ്റേത് മാത്രമായി മതങ്ങളും ദൈവവും ദൂതന്മാരുമൊക്കെ മാറിയപ്പോൾ സ്വർഗവും അവൻ്റേതായി തീർന്നു. അവന് രമിക്കാനുള്ള, അവന് സുഖിക്കാനുള്ള, അവന് അർമാദിക്കാനുള്ള ഒരിടമാണ്. അവിടെ സ്ത്രീ അവിടെയും ഒരു ഭോഗവസ്തു മാത്രമാണ്.
ഇങ്ങനെ സ്ത്രീയെ സർവാർത്ഥത്തിലും അടിച്ചമർത്തി അവൾ ഒരു വെറും നിഴൽ മാത്രമായി മാറ്റിയ ഒരവസ്ഥ പ്രാമാണികം എന്ന് വിളിക്കാവുന്ന വിധത്തിൽ തന്നെ ഉണ്ടാക്കപ്പെട്ടു. ഇസ്ലാമിൽ പുരോഹിതന്മാർ അത്തരത്തിലുണ്ടാക്കിയ പ്രമാണങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. സ്ത്രീയെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും അബൂദാവൂദും ഒക്കെ രേഖപ്പെടുത്തിയ ചില വചനങ്ങൾ നോക്കാം. ഒരിക്കലും പ്രവാചകൻ പറഞ്ഞതല്ല കേട്ടോ, പ്രവാചകൻ്റെതെന്ന പേരിൽ ഇവരെഴുതിയുണ്ടാക്കിയത് നോക്കാം. ഒന്നാമത്തത്, പ്രവാചകൻ പറയുന്നു, ഫഇന്നഹു യഖ്തഉ സ്വലാതഹു അൽ ഹിമാർ വൽ മർഅതു വൽ കൽബുൽ അസ്വദ് വൽ കൽബുൽ അസ്വദ് ശൈത്താൻ. മുസ്ലിം 510 വചനമാണ്. നിസ്കാരം നശിപ്പിക്കുന്നത് 3 വസ്തുക്കളാണ്. ഒന്ന് കഴുത, മറ്റൊന്ന് പട്ടി, മറ്റൊന്ന് സ്ത്രീ. ഇപ്പൊ സ്ത്രീയെ സമീപീകരിച്ചിരിക്കുന്നത് എന്തിനോടാണെന്ന് നോക്കൂ. കഴുതയ്ക്കും പട്ടിക്കും സമാനയാണ് സ്ത്രീ എന്ന് ഇതിൽ പറഞ്ഞു വെക്കുന്നു. ബുഖാരി ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, ലൻ യുഫ്ലിഹ ഖൗമുൻ വല്ലൗ അംറുഹും ഇംറഅത്തൻ. ഏതൊരു ജനതയാണോ സ്ത്രീകളെ തങ്ങളുടെ അധികാരിയായി തിരഞ്ഞെടുക്കുന്നത്, ആ സമൂഹം നശിച്ചു തന്നെ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. 2 ബുഖാരി ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നു. സ്ത്രീകളെ ഒരു കാരണവശാലും അധികാരിയാക്കരുതെന്ന്. ഇത് വായിക്കുമ്പോൾ നമ്മൾ ഖുർആനിലോട്ട് നോക്കുക. ഖുർആനിലൊരു സ്ത്രീ ഭരണാധികാരിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു വനിതാ ഭരണാധികാരി. സബയിലെ രാജ്ഞി, ഷേബ രാജ്ഞി എന്ന് വിളിക്കപ്പെടുന്നു. അവരെക്കുറിച്ച് ഖുർആനിൽ പറയുന്നത് അവർ മികച്ച ഭരണാധികാരിയായിരുന്നു എന്നാണ്. സുലൈമാൻ നബിക്ക് അവരെ കുറിച്ചുള്ള വിവരം കിട്ടുന്നത്, ഇന്നി വജത്തും റാഅത്തൻ തംലിക്കുഹും വഊതിയതു മിൻ കുല്ലി ഷൈഇൻ വലഹാ അർശുൻ അദീം. വലിയ സിംഹാസനസ്ഥയായ കേമിയായ ഒരു ഭരണാധികാരിയെ ഞാൻ കണ്ടു എന്നാണ്. അവരുടെ ഭരണ മികവിനെ കുറിച്ച് ഖുർആൻ പ്രശംസാരൂപത്തിൽ പറയുന്നത് കാണാം. കൂടിയാലോചനയിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഭരണാധികാരി എന്ന നിലക്ക് അവരുടെ ഭരണത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് ഖുർആൻ സംസാരിക്കുന്നത്. ഹദീസ് പറയുന്നു, ഒരു പെണ്ണ് ഭരണാധികാരിയായാൽ നശിച്ചു പോകുമെന്ന്. ഖുർആൻ ഒരു പെണ്ണ് ഭരണാധികാരിയായ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. ഇങ്ങനെ സ്ത്രീയെ ഒരു കാരണവശാലും മുകളിലേക്ക് വരാൻ സാധിക്കാത്ത വിധത്തിൽ ഒതുക്കി വെക്കുകയാണ് ഹദീസും പുരോഹിതന്മാരും ചെയ്യുന്നത്. വളഞ്ഞ വാരിയലിന്റെ കഥ എല്ലാവർക്കും അറിയാമല്ലോ. ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസ് ഇങ്ങനെയാണ്, ഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിലഇൻ ഫഇന്ന അഅവജ ഷൈഇൻ ഫിൽ ളിലഇ അലാഹു. വളഞ്ഞ വാരിയല് കൊണ്ടാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആ വാരിയല് മേൽഭാഗത്തുള്ള ഏറ്റവും വളഞ്ഞ വാരിയല് കൊണ്ടാണ് സൃഷ്ടിതമായിട്ടുള്ളത്. സ്ത്രീ അള്ളാഹുവിൻ്റെ സ്വതന്ത്ര സൃഷ്ടിയല്ല, പുരുഷനാണ് സ്വതന്ത്ര സൃഷ്ടി. അവൻ്റെ വാരിയലൂരി ഒരു സഹസൃഷ്ടിയായിട്ടാണ് സ്ത്രീ സൃഷ്ടിതമായിരിക്കുന്നത് എന്നാണ് ഹദീസിലെ കഥ. വളഞ്ഞ വാരിയല്ലാണ് അവളുടെ പ്രകൃതം, ഒരിക്കലും നേരെയാവില്ല. അങ്ങനെ സ്ത്രീ വളഞ്ഞു പോയിട്ടുണ്ടെന്നും അവളെ നേരെയാക്കാൻ സാധ്യമല്ലെന്നും പ്രവാചകൻ പറഞ്ഞതായി ബുഖാരി എഴുതി വെക്കുന്നു. ഒരിടത്തൊന്നുമല്ല കേട്ടോ, 6 സ്ഥലങ്ങളിൽ. നോക്കൂ, ഇങ്ങനെ ഒരിക്കലും നന്നാവാത്തവളാണ് സ്ത്രീ എന്ന് പറയുന്ന പ്രവാചകൻ സ്ത്രീയുടെ പ്രവാചകനാണോ? സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രവാചകനാകുമോ? പ്രവാചകന്റെ വായിലാണ് ഇതൊക്കെ തിരികെ കൊടുക്കുന്നത്. സ്ത്രീ വഞ്ചകിയാണ് എന്നും പറയാൻ ബുഖാരി മറന്നുപോയിട്ടില്ല കേട്ടോ. ഹവ്വ ബീവിയെ കുറിച്ച് പറയുന്നു, ലൗല ഹവ്വ ലം തഖുന്ന ഉൻസ സൗജഹ. ബുഖാരി 2 ഉദ്ധരിച്ച ഹദീസ്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്.
ഹവ്വ ഉണ്ടായിരുന്നില്ലെങ്കിൽ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരെ വഞ്ചിക്കില്ലായിരുന്നു. സ്ത്രീയുടെ പ്രകൃതം ഭർത്താവിനെ വഞ്ചിക്കലാണ്. അവൾ ഒരിക്കലും ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ കഴിയാത്തവളാണ്. ഹവ്വയാണ് അതിന്റെ കാരണം. ഇത് എഴുതുന്ന ബുഖാരി അടക്കം ഉണ്ടായത് ഹവ്വയിൽ നിന്നാണ് എന്ന് മറന്നുകൊണ്ടാണ് സ്വന്തം ഉമ്മയെ പുലഭ്യം പറയുന്നത്. ആലോചിച്ച് നോക്കണം. ഇങ്ങനെ സകല പാപങ്ങളുടെയും കാരണം, മനുഷ്യൻ പിഴച്ചു പോകാനുള്ള കാരണം ഹവ്വ ബീവി മുതൽ ഇങ്ങോട്ടുള്ള സ്ത്രീകളാണ് എന്ന് എഴുതി വെച്ചു. ഇനി നരകത്തിലേക്ക് പോയാലോ? പ്രവാചകൻ പറയുന്നതായിട്ട് ബുഖാരി 6 സ്ഥലങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നു. ഉരീതുന്നാറ ഫൈദ അക്സറു അഹ്ലിഹ അന്നിസ. ഞാൻ നരകം എനിക്ക് അള്ളാഹു കാണിച്ചു തന്നു. ആ നരകത്തിലേക്ക് ഞാൻ സാഗൂതം നോക്കിയപ്പോൾ അവിടെ കണ്ടത് ഏതാണ്ടൊക്കെയും സ്ത്രീകളാണ്. അതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. നരകം സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് എന്നർത്ഥം. ഇതിന് ടിപ്പണിയായി മറ്റൊരു ഹദീസ് കൂടി മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. ഇന്ന അഖല്ല സാക്കിനി അൽ ജന്നത നിസ. സ്വർഗത്തിൽ വളരെ വിരളമായിട്ടാണ് സ്ത്രീകളെ കാണുക. സ്ത്രീകൾ സ്വർഗത്തില്ല, വളരെ വിരളമായിരിക്കും അവർ. എന്തുകൊണ്ടാണ് സ്ത്രീകൾ നരകത്തിൽ എന്ന് പ്രവാചകൻ പറയുന്നതായിട്ട് അഹ്മദും ഹാക്കിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. ഇന്നൽ ഫുസ്സാഖ ഹും അഹ്ലുന്നാർ. പ്രവാചകൻ പറയുന്നു, തമ്മാടികളൊക്കെ നരകത്തിലാണ്, ദുർമാർഗികൾ നരകത്തിലാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് മനിൽ ഫുസ്സാഖു, ആരാണ് ഈ ദുർമാർഗികൾ തമ്മാടികൾ എന്നൊക്കെ പറയുന്ന ആരെ കുറിച്ചാണ്? പ്രവാചകൻ പറഞ്ഞു, അന്നിസ. അതെന്താ ആലോചിക്കാനാണ്? സ്ത്രീകൾ തന്നെ. സ്ത്രീകൾ ജന്മനാ തമ്മാടികളാണ്. സ്ത്രീകൾ പ്രകൃതിയ അവർ ദുർമാർഗികളാണ്, അവർ നരകത്തിലാണ്. അപ്പോ അക്കൂട്ടത്തിലുള്ള വിവേകിയായ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, അത്ര യാ റസൂലല്ലാഹ് അവലസ്ന ഉമ്മഹാത്തിന വ അഖവാത്തിന വ അസ്വാജിന. അല്ല, അവരൊക്കെ നമ്മുടെ ഉമ്മമാര്, നമ്മുടെ പെങ്ങന്മാര്, നമ്മുടെ ഭാര്യമാരൊക്കെ അല്ലേ ഈ സ്ത്രീകൾ എന്ന് പറയുന്നത്? അവരെ കുറിച്ചാണോ അങ്ങിങ്ങനെ പറയുന്നത്? റസൂൽ പറഞ്ഞു, ബലാതെ വലാകിന്നഹും ഇദാ ഉഅ്തിന ലം യഷ്കുർന വ ഇദാ ബുതുലിന ലം യുസ്ബിർന. അവർ നന്ദിയില്ലാത്തവരാണ്, ക്ഷമയില്ലാത്തവരാണ്, അതുകൊണ്ട് അവർ തമ്മാടികളാണ്, നരകത്തിലാണ്. നോക്കൂ നിങ്ങൾ, സ്ത്രീയായി ജനിച്ചതിന്റെ പേരിൽ തെമ്മാടിയാണെന്നും വഞ്ചകിയാണെന്നും നരകത്തിലാണെന്നും ദുർമാർഗിയാണെന്നും ഒരു പ്രവാചകൻ പറയുന്നുവെങ്കിൽ ആ പ്രവാചകൻ സ്ത്രീയുടെ പ്രവാചകനാകുന്നത് എങ്ങനെ? സ്ത്രീകളുടെ പ്രവാചകനാകുന്നത് എങ്ങനെ? അങ്ങനെ ഒരു പ്രവാചകൻ പറയുമോ? ഇങ്ങനെ എഴുതി വെക്കുന്ന, ഇത്തരത്തിൽ സ്ത്രീ എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള സകല ഫിത്നകളുടെയും ആധാരമാണ് എന്ന് എഴുതി വെച്ച ഈ ഗ്രന്ഥങ്ങളൊക്കെയാണ് പ്രമാണം എന്നുള്ള നിലക്ക് കൊണ്ടു നടക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് മതത്തിൻ്റെ അടിസ്ഥാനമാകുന്നത് എങ്ങനെ? മതത്തിൻ്റെ അടിസ്ഥാനമായാൽ ആ മതം സ്ത്രീകൾക്കുള്ള മതമാണ് എന്ന് പറയുന്നത് എങ്ങനെ? ഇതൊക്കെ പുരോഹിത മതമാണ്, മുല്ലാ മതത്തിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി യഥാർത്ഥ ഇസ്ലാമിലേക്ക്, ഖുർആനിലേക്ക് വന്നാൽ എന്താണ് ഖുർആൻ പറയുന്നത് എന്ന് പരിശോധിക്കാം. എന്താണ് യാഥാർത്ഥ്യം? യഥാർത്ഥത്തിൽ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ, അല്ലെങ്കിൽ ഭിന്നലിംഗ വിഭാഗം തമ്മിൽ യാതൊരു ഭേദവും അള്ളാഹുവിനില്ല. വലഖദ് കറംനാ ബനി ആദം. മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു. ഈ മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ നിന്ന് ഏത് മനുഷ്യരെയാണ് ഒഴിവാക്കേണ്ടത്? അതിൽ സ്ത്രീകൾ പെടുന്നില്ലേ? പുരുഷന്മാർ പെടുന്നില്ലേ? ഭിന്നലിംഗ വിഭാഗം പെടുന്നില്ലേ? ആരെയാണ് ഒഴിവാക്കാൻ പറ്റുക? പുരുഷന്മാരെ ആദരിച്ചു എന്നല്ലല്ലോ പറഞ്ഞത്, മനുഷ്യരെ ആദരിച്ചു. ആ മനുഷ്യർ എന്ന പ്രയോഗത്തിൽ നിന്ന് ആരാണ് ഒഴിവാവുക? ഖുർആനിൽ പലയിടത്തായി യാ യുഹന്നാസ് എന്ന് വിളിക്കുന്നുണ്ട് മനുഷ്യരെ. ആ വിളിയിൽ പുരുഷന്മാരെ പോലെ സ്ത്രീകൾ ഉൾപ്പെടുന്നില്ലേ? ഭിന്നലിംഗ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നില്ലേ? എല്ലാവരും ഉൾപ്പെടുന്നില്ലേ? ആരെങ്കിലും ഒഴിവായി പോകുന്നുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കുന്നുണ്ട് പലയിടത്തും. അതിൽ നിന്ന് ആരാണ് ഒഴിവായി പോകുന്നത്? എല്ലാവരും ഉൾപ്പെടുന്നില്ലേ? ഇങ്ങനെ മനുഷ്യർക്കിടയിൽ ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല. സ്ത്രീ എന്ന നിലക്ക്, പുരുഷൻ എന്ന നിലക്ക്, ഭിന്നലിംഗ വിഭാഗം എന്ന നിലക്ക് പാടില്ലാത്തതാണ്. എല്ലാവരും ഒരുപോലെ ആദരിക്കപ്പെടണം. അവസരങ്ങളിൽ സമത്വം ഉണ്ടാകണം, നീതി ഉണ്ടാകണം. ഈ നീതി എന്ന് പറയുന്നത് തുല്യതയാണ് കേട്ടോ.
തുല്യതയാണ് നീതി. ചിലരൊക്കെ പറയും ലിംഗനീതിയെ പറ്റുള്ളൂ, ലിംഗസമത്വം പറ്റൂല. ലിംഗസമത്വമില്ലാതെ ലിംഗനീതി നടപ്പിലാവൂല. എല്ലാവർക്കും എല്ലായിടങ്ങളും ഒരുപോലെ അവസരമുണ്ടാകണം. പള്ളിയിലും പള്ളിക്കൂടത്തിലും സമൂഹത്തിൽ എല്ലായിടത്തും സ്ത്രീ പുരുഷ ഭിന്നലിംഗ വിഭാഗ ഭേദമില്ലാതെ സകലർക്കും ഒരുപോലെ അവസരമുണ്ടാകലാണ് തുല്യത. അതാണ് നീതി എന്ന് പറയുന്നത്. അള്ളാഹുവിങ്കൽ അങ്ങനെയാണുള്ളത്. ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉദിഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ. ആണാകട്ടെ പെണ്ണാകട്ടെ നിങ്ങളുടെ ആരുടെയും കർമ്മങ്ങൾ വൃഥാവിലാവില്ല. ഇത് അള്ളാഹു തരുന്ന ഉറപ്പാണ്. സ്ത്രീ ചെയ്ത കർമ്മത്തിന് എന്തോ കുറവ്, പുരുഷൻ ചെയ്ത കർമ്മത്തിന് എന്തോ കൂടുതലൊന്നുമില്ല. എല്ലാവരും ആര് കർമ്മം ചെയ്തുവോ അത് വൃഥാവിലാവില്ല, അത് അള്ളാഹുവിങ്കലുണ്ടാകും. ഇങ്ങനെ എല്ലാ ലിംഗവിഭാഗത്തെയും ഒരുപോലെ കാണുന്ന പടച്ചവന്റെ കണ്ണാണ് നമുക്കുണ്ടാകേണ്ടത്. ആരും ആരെക്കാളും താഴെയോ മേലെയോ അല്ല. പുരുഷനും സ്ത്രീയും ഭിന്നലിംഗ വിഭാഗവും ഒക്കെ ഒരുപോലെ ആദരിക്കപ്പെടേണ്ടവരാണ്, ഒരുപോലെ പരിഗണിക്കപ്പെടേണ്ടവരാണ്. സ്ത്രീകൾ പുരുഷ കേന്ദ്രീകൃതമായ മതബോധത്തെ തിരിച്ചറിയേണ്ടതുണ്ട്. അത് അള്ളാഹുവിൻ്റെ ദീനല്ലെന്ന്, മുഹമ്മദ് നബിയുടെ ദീനല്ലെന്ന്, ഖുർആൻ പറഞ്ഞ വഴിയല്ലെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആരെയും എവിടെ നിന്നും മാറ്റി നിർത്തിയിട്ടില്ല, മാറ്റി നിർത്താൻ സാധ്യവുമല്ല. ഈ കള്ളപ്രമാണങ്ങൾ വെച്ചുകൊണ്ടല്ലാതെ. കള്ളപ്രമാണങ്ങൾ തിരിച്ചറിയപ്പെടണം. ഇതുപോലെ തന്നെയാണ് ഭിന്നലിംഗ വിഭാഗത്തിൻ്റെയും കാര്യം. അവരും അംഗീകരിക്കപ്പെടണം. മുഖ്യധാരാ ലിംഗവിഭാഗങ്ങളെ പോലെ തന്നെ സ്ത്രീ പുരുഷൻ എന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ട്രാൻസ്ജെൻഡേഴ്സ്. അവർ മറ്റാരോ സൃഷ്ടിച്ചിവിടെ പൊട്ടിവീണമൊന്നുമല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. മനുഷ്യ ചരിത്രത്തിൻ്റെ തുടക്കം മുതലേ അവരുണ്ട്. മഹാഭാരതത്തിൽ ശിഖണ്ഡി എന്നും ഖുർആനിൽ ഗൈരി ഉലിൽ ഇർബത്തി മിൻകും മിനർ റിജാൽ എന്നുമൊക്കെ കാണാവുന്ന വിഭാഗമാണത്. അത് ഭിന്നലിംഗ വിഭാഗമാണ്. അവർ ആദരിക്കപ്പെടേണ്ടവരാണ്, അവർ സ്വീകരിക്കപ്പെടേണ്ടവരാണ്. അവരെ വെച്ചുകൊണ്ട് ആരെങ്കിലും ആ പേര് പറഞ്ഞ് എന്തെങ്കിലും വൃത്തികേടുകൾ ഈ ലോകത്ത് പ്രചരിപ്പിക്കുന്നുവെങ്കിൽ അത് അവരുടെ പ്രശ്നമാകുന്നത് എങ്ങനെ? അത് പ്രചരിപ്പിക്കുന്നവരുടെ പ്രശ്നമാണ്. അതുകൊണ്ടൊരു വിഭാഗത്തെ വെറുക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ല. അവർക്ക് മതങ്ങളിൽ ഇടം വേണം, അവർക്ക് ആരാധനാലയങ്ങളിൽ ഇടം വേണം, അവർക്ക് പാഠ്യശാലകളിൽ ഇടം ഉണ്ടാകണം. അവരും മനുഷ്യരാണ്, അവരും ആദരണീയരാണ് എന്നർത്ഥം. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ വനിതാ പ്രവാചകരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാർക്ക് പോലും മാതൃകയായ വനിതാ രത്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ എന്ന അധ്യായം ഖുർആനിലുണ്ട്, 4-ാം അധ്യായം. ഇതൊക്കെ അടയാളപ്പെടുത്തുന്നത് ഒരു തരത്തിലുള്ള ലിംഗവിവേചനവും അംഗീകരിക്കാൻ ഖുർആനിന് സാധ്യമല്ല എന്നാണ്. എല്ലാ തരത്തിലുള്ള വിവേചനങ്ങൾക്കും അപ്പുറത്ത് ലിംഗനീതി, ലിംഗസമത്വം എന്നാണോ നടപ്പിലാക്കുന്നത്, എന്നാണോ ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ ഉണരുന്നത്, അന്നാണ് നാം വേദത്തിൻ്റെ സാരാംശം ഗ്രഹിക്കുന്നവരായി മാറുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദുൽ കൗനൈൻ മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈൻ വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദുൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈൻ വബ്നി ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ഇബ്നി അബ്ദുല്ലാഹി ഇബ്നി അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما.
സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട, ഭിന്നലിംഗ വിഭാഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ പുരോഹിതന്മാർ എത്രത്തോളം ഈ മതത്തിൽ സ്ത്രീ വിരുദ്ധതയും ലിംഗവിവേചനവും നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു 10ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി സമ്മാനം വാങ്ങാൻ സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഒരു തലപ്പാവുകാരനായ മുല്ല ആ പെൺകുട്ടിക്കെതിരെ ചീറിയെടുത്തത്. ആരോട് ചോദിച്ചിട്ടാണ് കയറി വന്നത്? ആര് പറഞ്ഞിട്ടാണ് കയറി വന്നത്? എന്തിനാണ് പെൺകുട്ടി സ്റ്റേജിൽ കയറിയത്? ഇറങ്ങിപ്പോ, എൻ്റെ തന്തര വിളിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയെ ഇറക്കി വിട്ട സ്ത്രീ സമൂഹത്തെ, മുസ്ലിം സമൂഹത്തെ, മനുഷ്യ സമൂഹത്തെ, വേദങ്ങളെ, ധാർമ്മികതയെ പച്ചയിൽ ഇങ്ങനെ പിച്ച് ചീന്തിയ ഒരു മൊല്ലയ്ക്കെതിരെ ഒരു മതസംഘടനയും രംഗത്ത് വന്നില്ല, ഒരു പോലീസും കേസെടുത്തില്ല, ഒരു വനിതാ കമ്മീഷനും നാവനക്കിയില്ല. മതവികാരം വ്രണപ്പെടുമത്രേ. ആലോചിച്ച് നോക്കൂ, ഇതാണ് മതം. അയാൾ പറഞ്ഞത് അയാളുടെ മതമാണ്. അയാൾ പഠിപ്പിക്കുന്ന മതമാണത്. സ്ത്രീകളോടുള്ള നിലപാടാണത്. നിങ്ങൾ നോക്കൂ, റബീഉൽ അവ്വലിൽ നബിദിനത്തോടനുബന്ധിച്ച് എല്ലാ നാടുകളിലും കുട്ടികളുടെ ഘോഷയാത്ര ഉണ്ടായി. അത് സുന്നത്താണോ, ബിദ്അത്താണോ, ഹറാമാണോ, ഷിർക്കാണോ, ഇതൊന്നും ഇപ്പം എൻ്റെ വിഷയമല്ല. ഞാൻ പറയുന്നത്, മദ്രസയിൽ 2ലും 3ലും 5ലും 6ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ മദ്രസയിൽ ഇങ്ങനെ റോഡിലൂടെ ചെറിയ കൊടിയും പിടിച്ച്, ഇങ്ങനെ വർണ്ണക്കടലാസിൻ്റെ ഒരു കൊടിയും പിടിച്ച് കുട്ടികൾ ഇങ്ങനെ ഒരു ഘോഷയാത്രയായി പോകുമ്പോൾ അതിൽ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളില്ല. ആ പെൺകുട്ടികൾക്ക് ആ ജാഥയിൽ നിൽക്കാൻ പറ്റില്ല. കാരണം അവൾ പെണ്ണാണ് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കുട്ടികളിൽ ഒരാൾ നിങ്ങളോട് ചോദിക്കുന്നു എന്നിരിക്കട്ടെ, വാപ്പ, ഉമ്മ, എന്തുകൊണ്ടാണ് എനിക്ക് ആ ജാഥയിൽ, ആൺകുട്ടികളുടെ കൂടെ എനിക്ക് ജാഥയിൽ പോകാൻ കഴിയാത്തതെന്ന് ചോദിക്കുമ്പോൾ അതിന് നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏക മറുപടി, നീ പെണ്ണായി പിറന്നുപോയി എന്നുള്ളതാണ്. പെണ്ണായി പിറന്നതുകൊണ്ട് ഒരു കുട്ടിക്ക് നബിദിനത്തിന് മഹല്ല് നടത്തുന്ന ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ അനുവാദമില്ല. വികാരം ഉണ്ടാകും അത്രേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെയാണ് മതത്തെ കൊണ്ടുപോയി തളച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. സ്ത്രീകളോടുള്ള ഈ വിവേചനം, ഈ കടുത്ത വിവേചനം തിരിച്ചറിയപ്പെടുന്നുണ്ട്. ഇന്ന് ഈ മുല്ലമാരുടെയൊക്കെ വലിയ പരാതികളിലൊന്ന്, പെൺകുട്ടികളൊക്കെ മതം വിട്ടുപോകുന്നതല്ലേ. വിട്ടുപോകാതെ എങ്ങനെ? തങ്ങൾക്കിടമില്ലാത്ത, തങ്ങൾക്കൊരു സ്പേസ് ഇല്ലാത്ത മതത്തിൽ എങ്ങനെയാണ് വിവരവും വിദ്യാഭ്യാസവും ഉള്ള പെൺകുട്ടികൾ നിൽക്കുക? പ്രവാചകൻ പഠിപ്പിച്ചതിൽ നിന്ന് പൂർണ്ണമായും മാറി അതിനെ അട്ടിമറിച്ച് നിങ്ങളിതിനെ ഒരു ഗോത്രമതമാക്കി, ഒരു മുല്ലാ മതമാക്കി ചുരുക്കിയപ്പോൾ നഷ്ടപ്പെട്ടത് ഇതിൻ്റെ ആഴവും സൗന്ദര്യവുമാണ് എന്ന് തിരിച്ചറിയാതെ പെൺകുട്ടികൾക്ക് നേരെ കുറച്ചാടിയിട്ട് എന്ത് കാര്യം? തിരിച്ചറിയുന്നുണ്ട് കുട്ടികൾ. അങ്ങനെയാണ് അവർ ഈ മതത്തെ വെറുക്കുന്നത്. ഇടമില്ലാത്ത, സ്പേസ് ഇല്ലാത്ത, തങ്ങളെ അംഗീകരിക്കാത്ത ഒരു ദർശനത്തെ, ഒരു മതത്തെ ഉൾക്കൊള്ളാൻ ആത്മാഭിമാനമുള്ള ഒരു പെണ്ണിന് എങ്ങനെ സാധിക്കും? അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ മതത്തെ പഠിക്കണം. അതിൻ്റെ സ്രോതസ്സിൽ നിന്ന് പഠിക്കണം. മുല്ലന്മാരെഴുതി ഉണ്ടാക്കിയ കെട്ടുകഥകളല്ല, വളഞ്ഞ വാരിയലിൻ്റെ കഥയിൽ നിന്നല്ല, നരകത്തിൽ അധികമായി കാണുന്ന സ്ത്രീകളെ കുറിച്ച് പറഞ്ഞ ഹദീസിൽ നിന്നല്ല, സ്ത്രീകൾ തെമ്മാടികളാണ് എന്ന പ്രസ്താവനയിൽ നിന്നല്ല, ആദരണീയരാണ് എന്ന ഖുർആനിക അധ്യാപനത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും, പുരുഷന്മാരിൽ നിന്ന് ഒരു കുറവും നിങ്ങളുടെ ആദരണീയതയ്ക്കോ, നിങ്ങളുടെ വ്യക്തിത്വത്തിനോ, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനോ ഖുർആൻ കൽപ്പിച്ചിട്ടില്ല. പുരുഷന്മാരുടെ അതേ നിലയിൽ തന്നെയാണ് സകലരെയും അള്ളാഹു കണ്ടിട്ടുള്ളത്. അള്ളാഹു അങ്ങനെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം എനിക്ക് എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത്, പുരുഷന്മാർ നിങ്ങളോട് കാണിക്കുന്ന ഇതേ അനീതിയാണ് ഇപ്പോൾ നിങ്ങൾ
ഭിന്നലിംഗ വിഭാഗത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്തോ നികൃഷ്ട ജീവികളാണ്, അവരെന്തോ വെറുക്കപ്പെടേണ്ടവരാണ്, അവർ കൊള്ളരുതാത്തവരാണ്, അവർ ചീത്തയാണ് എന്ന ഒരു വിലാസം എങ്ങനെയോ മുല്ലന്മാർ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീകളെപ്പോലെ പുരുഷന്മാരെ പോലെ അവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അവരും ഒരു ലിംഗവിഭാഗമാണ്. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ ജീവിതമുണ്ട്. അവർക്ക് പള്ളിയിൽ ഇടം വേണം, അവർക്ക് പാഠശാലകളിൽ ഇടം വേണം, അവർക്ക് ആരാധനാ സ്ഥലങ്ങളിൽ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അതാണ് നീതി എന്ന് പറയുന്നത്. എല്ലാവരോടും നീതിയോടെ പെരുമാറലാണ് മതമെന്ന് പറയുന്നത്. അതിനപ്പുറത്ത് ആരെയും മാറ്റി നിർത്തലല്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് طيب ثراهم وجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر الدعاء الحمد لله.